What's up guys, welcome back to our channel. So arm wrestling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ കിടിലമായിട്ടുള്ള ഒരു സ്പോർട്ടാണ്. പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്ട് കൂടിയാണ് ആം റെസ്ലിംഗ്. ആം റെസ്ലിംഗിൽ നമ്മൾ സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമലി വർക്കൗട്ട് ചെയ്യുന്ന പോലെ വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് ചില ടെക്നിക്കുകളും കൂടെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആം റെസ്ലിംഗ് ചെയ്യണം വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം ആം റെസ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ബാക്ക്, അതുപോലെ ബൈസെപ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫോർ ആംസ്, ഈ മസിൽസിന്റെ ഒക്കെ ഒരു ഉപയോഗം അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ആം റെസ്ലിംഗിൽ സക്സീഡ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വർക്കൗട്ടുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മൾ ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഈ പറയുന്ന ആം റെസ്ലിംഗിനെ പറ്റിയുള്ള ടെക്നിക്സ്, കാര്യങ്ങൾ, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ലാടിക്കാതെ തന്നെ നമ്മുടെ ആദ്യത്തെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്റ്റ് കേൾസ് തന്നെയാണ്. അപ്പോൾ റിസ്റ്റ് കേൾസ് ചെയ്യാൻ വേണ്ടി നോർമലായിട്ട് എല്ലാ ജിമ്മുകളിലും ഒരുപാടധികം മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ തന്നെ മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫങ്ഷണൽ ട്രെയിനർ താഴത്തോട്ട്, അതിനെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തോട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ താഴെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബെഞ്ചും കൂടെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോമൺ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ പറയുന്ന കൈ നമ്മുടെ അതിന് മേളിൽ വെച്ചിട്ട് റിസ്റ്റ് നമ്മൾ മേളിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ മതി. ഇങ്ങനെയാണ് നമ്മൾ റിസ്റ്റ് കേൾസ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഷീനകത്ത് റിസ്റ്റ് കേൾസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നമ്മുടെ ജിമ്മിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന റിസ്റ്റ് കേൾസ് ചെയ്യാനുള്ള മെഷീൻസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഫങ്ഷണൽ ട്രെയിനുള്ള മെഷീനും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെഷീനിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മിക്കവാറും ഈ പറയുന്ന വെർട്ടിക്കൽ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഫങ്ഷണൽ ട്രെയിനറിൽ ഈ പറയുന്ന വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്ന സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ പറയുന്ന ഫോർ ആംസിന്റെ ഫ്ലെക്സർ മസിൽസിലോട്ട് അങ്ങോട്ടാണ് കൺട്രാക്ഷനും കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഫോർ ആംസിന്റെ ഫ്ലെക്സർ മസിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആം റെസ്ലിംഗ് ചെയ്യാൻ നേരത്തെ വളരെയധികം യൂസ് വരുന്ന ഒരു മസിൽ പാർട്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും ആദ്യത്തെ വർക്കൗട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ വർക്കൗട്ട് നമ്മൾ ഏതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാമർ കേൾസ് ആണ്. അപ്പോൾ ഹാമർ കേൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇതൊരു ബൈസപ്പ് വർക്കൗട്ട് അല്ലേന്ന് ഓർക്കുമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബൈസപ്സിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ബ്രാക്കിയോ റേഡിയാലിസ് അങ്ങോട്ട് നല്ല രീതിയിൽ ഇതിന്റെ ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഓവർ ദി ബോഡി നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് 90 ഡിഗ്രി പോകുന്ന രീതിയിലല്ല ഞങ്ങൾ ഹാമർ കേൾ ചെയ്തേക്കുന്നത്. കുറച്ച് ചെസ്റ്റിന്റെ അങ്ങോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഹാമർ കേൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹാമർ കേൾസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫോർ ആംസിൽ എന്തോ ഒരു ആക്ടിവേഷൻ വരുന്നുണ്ടെന്നുള്ളത് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ എൻ്റെ വീഡിയോസും കാര്യങ്ങളും ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈസെപ്സിലോട്ടുള്ള ആക്ടിവേഷൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രാക്കിയോ റേഡിയാലിസിലോട്ടും ആക്ടിവേഷൻ പോകുന്നതുകൊണ്ട് തന്നെ ആം റെസ്ലിംഗിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഹാമർ കേൾസ് എന്ന് പറയുന്ന ഈ വർക്കൗട്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡമ്പൽ കേൾസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഡമ്പൽ കേൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെയധികം കൺവീനിയന്റ് ആയിട്ടുള്ള, ഇവിടെ ബൈസെപ്പ് കേൾസ് അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, ഫോർ ആം കേൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡമ്പൽ ഫോർ ആം കേൾസ് ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഡമ്പൽ ആയതുകൊണ്ട് തന്നെ വളരെ കൺവീനിയന്റ് ആണ്. നമുക്ക് മെഷീൻസ് ഒന്നുമില്ല, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫങ്ഷണൽ ട്രെയിനർ ഇല്ല, അല്ലെങ്കിൽ റിസ്റ്റുകൾ ചെയ്യുന്ന മെഷീൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡമ്പൽ എടുത്തിട്ട് എവിടെ വേണേലും, ഇപ്പോൾ റോഡിലാണെങ്കിലും പാർക്കിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ ഇല്ലാണ്ട് ഡമ്പൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ ഇരുന്നിട്ട് നമ്മുടെ കാലിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കാണിക്കുന്നതൊക്കെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞ ഫ്ലെക്സർ മസിൽസിലോട്ട് തന്നെ കൺട്രാക്ഷൻ കൊടുക്കുന്ന ഒരു കിടിലം വർക്കൗട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഡമ്പൽ ഫോർ ആം കേൾസ്. അപ്പോൾ ഡമ്പൽ ഫോർ ആം കേൾസ് ആണ് അടുത്തായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് കേൾസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഈ റിവേഴ്സ് കേൾസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ബൈസെപ്സിന് ചെയ്യുമ്പോൾ സുപ്പീരിയർ കേൾസ് അല്ല നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പ്രോനേറ്റഡ് കേൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ തമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിലായിരിക്കും വരുന്നത്. നമ്മുടെ ഈ പറയുന്ന പാമ്പ് താഴത്തോട്ട് ഫേസ് ചെയ്യുന്നില്ലായിരിക്കും ഈ പറഞ്ഞ ഗ്രിപ്പ് വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന തമ്പ് ഒരിക്കലും കൊടുക്കരുത്. തമ്പ് കൊടുത്തോണ്ടില്ല, തമ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആക്ടിവേഷൻ നമ്മൾ ഈ ഫോറംസിലോട്ട് പോകുന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇഞ്ചുറീസ് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വർക്കൗട്ട് ഞാൻ ഈ പറഞ്ഞ റിവേഴ്സ് കേൾസ് വന്നിട്ട് നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 to 12 റെപ്പറ്റീഷൻസ് ചെയ്യാവുന്നതാണ്. 4 സെറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 3 to 4 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ ഒരു കാരണവശാലും ബാക്ക് ഒന്നും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുത്. മാക്സിമം നമ്മുടെ ഈ പറയുന്ന ഫോർ ആംസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഫോർ ആംസിന്റെ ഫ്ലെക്സർ മസിൽസിലോട്ടൊക്കെയാണ് നമ്മുടെ ആക്ടിവേഷനും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പം. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവേഴ്സ് പുള്ളപ്പ് എന്നൊക്കെ നമുക്ക് വേണം പറയാൻ വേണ്ടി സാധിക്കും, റിവേഴ്സ് സ്കിപ്പ് പുള്ളപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാംസ് നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ബാക്കിലോട്ടും ആക്ടിവേഷൻ പോകുന്നുണ്ട്, നമ്മുടെ ബൈസെപ്സിലോട്ട് പോകുന്നുണ്ട്, നമ്മുടെ ഫോർ ആംസിലോട്ടും എല്ലാം ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു വർക്കൗട്ടാണ്, നമ്മുടെ ആം റെസ്ലിംഗിന് പറ്റിയ ഒരു വർക്കൗട്ടാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എക്യുപ്മെന്റ്സ് ഒന്നും അവൈലബിൾ അല്ല, നമുക്ക് ഫങ്ഷണൽ ട്രെയിനർ ഇല്ല, അതുപോലെ നമുക്ക് ഡമ്പൽ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന റിവേഴ്സ് സ്കിപ്പ് പുള്ളപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം
അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡംബൽ റോസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിംഗിൾ ഹാൻഡ് ഡംബൽ റോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സിംഗിൾ ഹാൻഡ് ഡംബൽ റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത് ബാക്കിന് വേണ്ടിയുള്ള വർക്കൗട്ട്. ബാക്കിലോട്ട് മാത്രമല്ല അതിൻ്റെ ആക്ടിവേഷൻ പോകുന്നത്, അപ്പർ ബാക്കിലോട്ട് പോകുന്നുണ്ട്, ബൈസെപ്സിലോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഫോർ ആംസിലോട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ 3 മസിൽ പാർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എന്താ പറയണ്ടേ ആം റെസ്ലിംഗ് ചെയ്യാൻ നേരത്തെ നല്ലപോലെ ആക്ടിവേഷൻ വരുന്ന വർക്കൗട്ടുകൾ തന്നെയാണ്. അവിടെ സ്ട്രോങ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറപ്പായിട്ട് ഒരു സക്സസ് നമുക്ക് ഈ പറഞ്ഞ ആം റെസ്ലിംഗിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡംബൽ റോ ചെയ്യുക. അപ്പോൾ ഡംബൽ റോ ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഷോൾഡർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കരുത് പോക്കുന്നത്. നമ്മൾ ബാക്കിന്റെ സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ താഴത്തോട്ട് ഒരു ഡംബൽ എടുത്തിട്ട് താഴത്തോട്ട് മാക്സിമം പോവുക, ലാറ്റ്സിന് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, അതിനുശേഷം ബാക്കിലോട്ട് വന്ന് ലാറ്റ്സിനെ മാക്സിമം സ്ക്യൂസ് ചെയ്യുക. എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഒരു വർക്കൗട്ട് ഡബിൾ റോ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഹാൻഡ് ഡബിൾ റോ കറക്റ്റ് ആയിട്ടുള്ള ഫോമിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നേരത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക, ഞാനിവിടെ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്കൗട്ട്സ് ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് വർക്കൗട്ട്സ് ഏകദേശം 6ഓളം വർക്കൗട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി സാധിച്ചതാണ് ഞാൻ കരുതുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അതുപോലെ ആം റെസ്ലിംഗിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളും അതുപോലെ തന്നെ പ്രോ ആയിട്ടുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈസിലൊന്നും അല്ല കാര്യം. നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും ആം റെസ്ലിംഗ് ചെയ്യാൻ നേരത്ത് ഒരുപാടധികം സൈസ് ഉള്ളവരെ പോലും വളരെ ചെറിയ സൈസ് ഉള്ളവർ ടെക്നിക്സും അതുപോലെ തന്നെ ഈ പറയുന്ന ഫോർ ആം സ്ട്രെങ്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തോപ്പിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലപോലെ ട്രെയിൻ ചെയ്യുക, നമ്മുടെ ഈ പറഞ്ഞ ഫോർ ആംസിനെ ട്രെയിൻ ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലെങ്ത്തിനെ പറയാൻ ബാധിക്കും എന്നാണ് പറയുന്നത്. കാരണം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നവരുടെ ലെങ്ത്ത് ഈ പറഞ്ഞ റൈറ്റ് ആമിന് മാത്രം ട്രെയിൻ ചെയ്ത് റൈറ്റ് ആമിന് ലെങ്ത്ത് കൂടുതൽ വരെ ആയിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ട്രെയിൻ ചെയ്യുക. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടും എന്താ പറയുക ആം റെസ്ലിംഗിൽ ഒരു നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വീഡിയോ ഇത്ര മാത്രം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്ന താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മറ്റേ കിടലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.